ഉജാല വാഷിംഗ് പൗഡർ സുപ്രഭാതം സമർപ്പിക്കുന്നത് ഉജാല വാഷിംഗ് പൗഡർ. ത്രിവേണി ഹെയർ ഓയിൽ, മുടിയഴകിന്റെ ആയുർവേദ മന്ത്രം. സ്വാഗതം സുപ്രഭാതത്തിലേക്ക്. ഫാൻസി ഡ്രസ്, മോണോ ആക്ട്, തുള്ളൽ, കൂടാതെ മിറർ ഇമേജ് റൈറ്റിംഗ് തുടങ്ങി ഒരു സകല കലാവല്ലഭനാണ് ഇന്ന് സുപ്രഭാതത്തിൽ നമ്മുടെ അതിഥി ശ്രീ പി റാഫേൽ. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. താങ്കൾ തുടങ്ങിയത് ഒരു ഫാൻസി ഡ്രസ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ്. അതിന് വളരെ കാലം മുമ്പ് തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റൈറ്റിംഗ്, കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രേമലേഖനങ്ങളും മറ്റും തലതിരിഞ്ഞ് എഴുതി കൊടുക്കാൻ നമ്മൾ മിററിൽ പോയി കാണിക്കുമ്പോൾ മാത്രമേ നമുക്കത് വായിക്കാൻ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ, കൂടാതെ ഓർഗൻ മുതലായ തലതിരിച്ചിട്ട് ഹാർമോണിയൊക്കെ വായിക്കുന്നു, ഇത്രയും ചുരുങ്ങിയ വർഷം കൊണ്ട് ഇത്രയും ധാരാളം ഡൈവേഴ്സിഫൈഡ് ഇൻട്രസ്റ്റ്, പല പല കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതൊരു മനുഷ്യന് സാധ്യമാകുന്നത്? അത് നമ്മൾക്കതിന് താല്പര്യം ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നേടാവുന്ന കാര്യമുള്ളൂ ഇതിൻ്റെ അകത്ത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. ചിലപ്പോൾ ജോലി കഴിഞ്ഞു വരുന്ന സമയത്താണെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയം പ്രാക്ടീസ് ചെയ്യാം നമ്മൾ ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മിറർ ഇമേജ് റൈറ്റിംഗ് നമുക്ക് സാധാരണ എഴുതാൻ തന്നെ ആർക്കും പറ്റാറില്ല. പിന്നെ മിറർ ഇമേജ് റൈറ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് മനസ്സ് ചെന്നത്? അന്ന് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അക്ഷരങ്ങൾ തിരിച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. എഴുതുകയാണെങ്കിൽ ആദ്യം ഈ കുനിപ്പ് വെച്ച് തുടങ്ങും. അല്ല, മറിച്ച് വലത്തുനിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്നു, വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് എഴുതും. അപ്പൊ അത് നമ്മൾ കണ്ണാടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വായിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പേപ്പർ അങ്ങോട്ട് കണ്ണാടിയിലേക്ക് നേരെ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് നേരെ വായിക്കാൻ പറ്റും. അത് സാധാരണ രീതിക്ക് വായിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ റിസ്ക് എടുത്ത് വായിക്കാം. അത് ഒരക്ഷരം നമ്മൾ തിരിച്ചായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരാൾ കണ്ടാൽ വായിക്കാൻ പറ്റില്ല. തമാശയ്ക്ക് വേണ്ടി അങ്ങനെ തുടങ്ങിയത് ആദ്യം. അത് കഴിഞ്ഞിപ്പോ പിന്നെ താങ്കളുടെ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 2 കൈ കൊണ്ടും തല തിരിച്ച് തന്നെ എഴുതും. അതൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ്? അത് ആദ്യം ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ എഴുതി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പത്രക്കാരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാനിങ്ങനെ തല തിരിച്ച് എഴുതുന്നു പറഞ്ഞു. അങ്ങനെ പത്രത്തിൽ എന്റെ ഒരു സുഹൃത്ത് ബേബി തോമസ് ഉണ്ട്, പുള്ളി രാഷ്ട്രദേവിക്ക് എഴുതി കൊടുത്തു. ഇങ്ങനെ ഞാനിങ്ങനെ ഒരു തരത്തിൽ എഴുതുന്നു, ഫോട്ടോ ഉൾപ്പെടെ വന്നു. അങ്ങനെ പലരും എന്നെ ഇത് എഴുതി കാണാൻ വേണ്ടി വേദികളിലേക്ക് വിളിച്ചു. അങ്ങനെ വേദിയിൽ പോയി നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓഡിയൻസ് നമ്മളോട് പറയാണ് ഇതിങ്ങനെ നിങ്ങൾ എഴുതുന്ന സ്ഥലത്ത് വേറെ വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ അതിന്റെ വേറെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് എഴുതി അങ്ങനെയായി. അങ്ങനെ എഴുതി വീണ്ടും നമ്മൾ പ്രോഗ്രാം ചെയ്തപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് 2 കൈ കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അതിന് വെറൈറ്റി പരിപാടി ചെയ്യണം. വേറെ എന്തൊക്കെയാണ് വെറൈറ്റി? ഇപ്പൊ നമ്മള് ആദ്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ എഴുത്തിന്റെ മുമ്പ് നമ്മള് ലോഡ്ജിൽ താമസിക്കുന്ന സമയത്ത് ഒരു പത്രമേ വരുള്ളൂ. അപ്പൊ ആ പത്രം വരുന്നതിന് അത് എല്ലാവരോടും വായിച്ചിട്ട് ജോലിക്ക് പോകാനുള്ള സമയത്തിന് മുമ്പ് ഒരാള് മുമ്പിലിരിക്കുന്ന ആള് പകുതി ഭാഗം വായിക്കും, നേരെ വായിക്കും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഭാഗം നേരെ തലതിരിഞ്ഞായിരിക്കുമല്ലോ. ഞാൻ അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് വായിക്കും. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു അക്ഷരം അതുപോലെ തലതിരിഞ്ഞ അക്ഷരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ മടങ്ങിയിരിക്കുന്നു. അപ്പൊ ഒരാളിങ്ങനെ വായിക്കുന്ന ആള് നേരെ വായിക്കും. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നിന്നിട്ട് നമ്മൾ അതിന്റെ തലതിരിഞ്ഞ ഇമേജ് ആണല്ലോ നമുക്ക് വരുന്നത്. അത് നമ്മൾ അടിയിൽ നിന്ന് മേലോട്ട് വായിക്കും. അങ്ങനെയാണ് ഇത് ആദ്യം നമ്മൾ തുടങ്ങിയത്, തമാശക്ക് തുടങ്ങിയത്. അപ്പൊ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ അക്ഷരങ്ങൾ തിരിച്ച് കണ്ടാൽ വായിക്കാവുന്ന പെട്ടെന്ന് വായിക്കാവുന്ന ഒരു രീതിയിൽ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. പിന്നെ അത് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതി അങ്ങനെ നമ്മൾ ഇത് ഇപ്പൊ ഒരു 10-16 വർഷമായി നമ്മൾ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഏതെല്ലാം ലാംഗ്വേജിൽ ഇങ്ങനെ എഴുതാൻ പറ്റും? ശരിക്കും നമുക്ക് ഫ്ലുവന്റ് ആയിട്ടുള്ളത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, പിന്നെ തെലുങ്ക്, കന്നഡ, അറബി ഭാഷകളൊക്കെ നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ആരെങ്കിലും എഴുതി കാണിക്കാം. ഇനി അറിയില്ലാത്ത ഒരാള് അറിയില്ലാത്ത ഭാഷയിൽ നേരെ എഴുതി കഴിഞ്ഞാൽ അത് നമുക്കൊരു ഫിഗറായിട്ട് നമ്മുടെ മെമ്മറിയിൽ എടുത്തിട്ട് നമുക്ക് തിരിച്ചെഴുതാൻ പറ്റും. തമിഴും ഹിന്ദിയൊക്കെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷകളല്ല, അത് ഇതിനു വേണ്ടി പഠിച്ചതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹിന്ദി അറിയാമല്ലോ. അപ്പൊ അത് തമിഴ് പോലെ തമിഴിന്റെ ഭാഷ സഹായം അനുസരിച്ചിട്ട് അതിന്റെ അകത്ത് വാക്കുകൾ നമ്മൾ പഠിക്കാം. പഠിച്ചിട്ട് അപ്പൊ ആരെയും പറയുമ്പോൾ അതിന് അക്ഷരമാല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എഴുതാം. ഇപ്പൊ ഒരു അനുബന്ധമായിട്ട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞൊരു ഇമേജ് പോലെ മനസ്സിൽ പതിഞ്ഞിട്ടാണ് ഇത് അറിയാത്ത ഭാഷകളാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്ക് പടങ്ങൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരിക്കേച്ചേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യാം. പടം
വരയ്ക്കാൻ പറ്റും നമുക്ക്. അപ്പൊ രണ്ട് കൈ കൊണ്ട് പടം വരയ്ക്കാം. അത് പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ചെയ്യണത്. അപ്പൊ ഈ കുറെ സമയം നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൈ കൊണ്ടും വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കുറെ നേരം ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് നമ്മൾ ടെൻഷൻ ഉണ്ടാവാതിരുന്നാൽ മതി. നമ്മൾ ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചു മറിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് മെമ്മറി ഡിവൈഡ് ആയിട്ട് തോന്നും. അങ്ങനെ ആകുമ്പോൾ രണ്ട് കൈ കൊണ്ട് രണ്ട് ഭാഷയിൽ എഴുതാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും അത് നമ്മൾ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് തലേ ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പോകുന്നതിനെ പ്രതീക്ഷിച്ച് ഇതിപ്പോ എനിക്ക് ഇതിനൊക്കെ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കിട്ടി പെട്ടെന്നായതുകൊണ്ട് നമ്മൾ അതിന്റെ രീതിയിലുള്ള സെറ്റപ്പിലല്ല വന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജ് കിട്ടി വരണമെന്ന് പറഞ്ഞ് വന്ന കാരണം നമ്മൾ അതല്ല എങ്കിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതിനുവേണ്ടി കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് അവിടെ അവതരിപ്പിക്കുന്ന എന്തൊക്കെ വേണമല്ലോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ. ഞാനൊരു കാര്യം പറ്റിപ്പോ ഒരാൾ ഒരു ഭാഷയിൽ പറയുന്നു, മറ്റാൾ വേറൊരു ഭാഷയിൽ വേറെ എന്തോ പറയുന്നു. അതെ അതെ, നമ്മൾ ഒരേ സമയത്ത് രണ്ട് കൈ രണ്ട് ഭാഷയിൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് നമ്മൾ കുറെ സമയം എഴുതി കഴിയുമ്പോൾ നമുക്ക് രണ്ട് കൈക്കും ഇപ്പൊ ഒരു തബല പ്രാക്ടീസ് ചെയ്യാം. അത് ചുരുക്കത്തിൽ തന്നെ തബല വായിക്കുകയും രണ്ടാൾ ഒരേ സമയത്ത് രണ്ട് കൈ കൊണ്ട് കീബോർഡ് വായിക്കുകയും ചെയ്യുന്ന ആളെന്തുകൊണ്ടാണ്? അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് രണ്ട് കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്ന തബല വായിക്കുന്ന ആള് രണ്ട് കൈ കൊണ്ട് വായിക്കുന്ന പോലെ നമ്മൾക്കിത് മെമ്മറി രണ്ടായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ കൈ കൊണ്ടും ഈ കൈ കൊണ്ടും വേറെ വേറെ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരേ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാത്രം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ശരിക്കും ഇതൊരു ഗോഡ് ഗിവൻ ടാലന്റ് ആയിട്ടാണ് തോന്നുന്നത്. അത് സ്വന്തമായിട്ട് പരിശ്രമത്തിലൂടെ ഡെവലപ്പ് ചെയ്ത ടാലന്റ് ആയിട്ടാണ് തോന്നുന്നത്. പരിശ്രമത്തിലൂടെ മാത്രം. ഇതിപ്പോ കുറെ സമയം നമുക്ക് ആർക്കും പരിശ്രമിച്ചാൽ ഇതിനു വേണ്ടി മാത്രം നമ്മൾ ബുദ്ധിമുട്ടണം. നമ്മൾ കുറെ സമയം ഇതിനു വേണ്ടി സ്പെയർ ചെയ്യണം. ഞാൻ ഒരു സമയം അല്പസമയം വേക്കൻഡ് ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേപ്പറിൽ തലവരിച്ച് എഴുതിക്കൊണ്ടിരിക്കും. ഞാൻ എവിടെ ഇരുന്നാലും അറിയാൻ പറ്റും. ഏത് ഭാഗത്തിരുന്നാലും ഞാൻ ഒന്ന് രണ്ട് പേപ്പറിൽ ഞാൻ തലവരിച്ച് എഴുതിയിട്ടുണ്ട്. പല വ്യത്യസ്ത രീതിയിൽ എഴുതും. പിന്നെ ഇത് നമുക്ക് രണ്ട് കൈ കൊണ്ട് എഴുതുന്ന സമയത്ത് ഈ പേന കൊണ്ടല്ല എഴുതാൻ പറ്റുന്നത്, ബോർഡിൽ എഴുതാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഒരു കൈയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റേ കൈ നിന്ന് പോകും. അപ്പൊ രണ്ട് കൈയിലേക്കും രണ്ട് കൈ വ്യത്യസ്തമായിട്ട് എഴുതും. ബോർഡിൽ നമ്മൾ എഴുതുമ്പോൾ സെന്ററിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കും, എന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എത്ര ലോങ് ആയിട്ടുള്ള സെന്റൻസ് പറയാം, എത്ര പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഗ്യാപ്പ് തരണ്ട? ഇല്ല, വേണ്ട വേണ്ട. സാധാരണ ഒരാൾക്ക് റീഡ് ചെയ്ത് എഴുതി പറഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എക്സിബിഷനിലൊക്കെ പോയിട്ട് ഇത് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഒരു ആളുകളുടെ ആരവത്തിനിടയ്ക്ക് അത് നമുക്ക് ചെയ്യാൻ കോൺസെൻട്രേഷൻ അത് അഫക്ട് ചെയ്യുമോ? ഇല്ല, ഒരു പ്രശ്നമില്ല. താങ്കളുടെ ഇത് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഇതിനോട് താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ശ്രദ്ധ മാറില്ല. ഒരു പ്രാവശ്യം മാത്രമാണ് എനിക്ക് ശ്രദ്ധ മാറുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയൻസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമ്മളെ കുഴക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഒരു പ്രാവശ്യം ചാലക്കുടിയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാളെ വേദിയിൽ നിന്ന് സദസ്സിൽ നിന്ന് ചോദിക്കാൻ പറയാണ്, കാളവണ്ടി ഓടി കാള പോയി ഇതിന് ഒച്ചയുണ്ടാക്കി. അപ്പൊ അന്ന് എനിക്ക് ഇതിനെപ്പറ്റി ശരിക്കും എല്ലാം ഇതില്ല, ഇത് എങ്ങനെയാണത് പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്റെ മൂഡ് പോയി, എനിക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അതിന് എനിക്ക് വാക്കുകളില്ല എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല, ഞാൻ അതിനുള്ള ഇതില്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ആളോട് വന്ന് നേരെ എഴുതാൻ പറയും. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയും, നേരെ എഴുതാനോ വായിക്കാനോ കഴിവില്ലാത്ത ആളുകൾ വാക്കുകൾ പറയാൻ പാടില്ല. അവർ പറയുന്ന വാക്കുകൾ അവർക്ക് നേരെ എഴുതാനും വായിക്കാനുള്ള കഴിവുണ്ടാവണം ഞാൻ പറയും. അങ്ങനെ പറഞ്ഞ ശേഷം പ്രോഗ്രാം ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലത്തെ വാക്കുകൾ നമ്മൾ ചുറ്റിച്ചളയും. അതിനിപ്പോ അറിയില്ലാത്തൊരു ഭാഷയാണ് അവർ പറയുന്നതെങ്കിലും ചിലർ പറയും ഇങ്ങനെ സ്പീഡിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ പറയും. പക്ഷെ അത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്പീഡിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതുപോലെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരോട് പറയാമെന്നുള്ളത് നിങ്ങൾ നേരെ എഴുതുക. ഒരു പ്രാവശ്യം കണ്ട അപ്പൊ തന്നെ മായ്ച്ചു കളയാം. നമുക്ക് അത് നോക്കി എഴുതണ്ട. അത് എന്താണ് അവർ പറഞ്ഞത് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ബോർഡിൽ എഴുതിക്കും. ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായ ധാരാളം വാക്ക്, ചെക്കോസ്ലാവാക്യ വാക്കുകൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതായിട്ട് എഴുതാനായിട്ട്. അപ്പൊ സ്പെല്ലിങ്ങും ഭാഷയും മലയാളത്തിലുണ്ടാവും ധാരാളം ബുദ്ധിമുട്ടായുള്ള വാക്കുകൾ. പല സ്ഥലത്തും പല പോലെയൊക്കെ അവർ പ്രൊനൗൺസ് ചെയ്യുന്നതിന് പല പോലെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ധാരാളം പഠിക്കണ്ടേ? ഹോംവർക്ക് നമ്മൾ ധാരാളം വേണ്ട. നമുക്ക് ഇതിലുള്ളൊരു കാര്യം, നമ്മൾ മിറർ ഇമേജ് ആണ് എഴുതുന്നത്. നമുക്ക് നേരെ എഴുതുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അവര് പറയുന്ന വാക്ക് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നേരെ എഴുതിയാൽ മതി, ഞാൻ നോക്കി എഴുതില്ല, നേരെ എഴുതിയിട്ട് അപ്പൊ തന്നെ മായ്ച്ചോളം പറയും. അപ്പൊ എന്താണ് അവർ പറഞ്ഞ് അത് ഏതെല്ലാം വാക്കുകളാണ് ഏതെല്ലാം സ്പെല്ലിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. അവരെഴുതി കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നിൽക്കും, അവരോട് എഴുതിക്കോളാൻ പറയും. എന്നിട്ട് ഞാൻ അവർ എഴുതി തീർന്നു കഴിയുമ്പോൾ എഴുതി കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ബോർഡിലേക്ക് നോക്കുള്ളൂ. അതിനുമ്പോൾ എഴുതാൻ സമയത്ത് ഞാൻ ബോർഡിലേക്ക് നോക്കില്ല. ആ എഴുതി കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിന് തന്നെ എനിക്ക് ആ ഫിഗർ കിട്ടി കഴിഞ്ഞ്
ഞാൻ പിന്നെ അത് അതിനൊരു സ്പെല്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ തിരിച്ചെഴുതാൻ പറ്റും. ഇപ്പൊ എത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഈ പരിപാടി അവതരിപ്പിക്കാൻ പറ്റും? പ്രോഗ്രാം ഇപ്പൊ സ്റ്റേജിലെ ഓഡിയൻസ് എത്ര പ്രതികരിക്കുന്നു, അത് നമ്മളോട് കൂടെ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് നീണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രം ചെയ്തിട്ട് പോകും. അപ്പൊ നമ്മൾ അവര് ഏതെല്ലാം വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വാക്കുകൾ പോരല്ലോ, അവര് പറയുന്ന വാക്കുകൾ എഴുതുമ്പോഴാണ് അതിന്റെ ത്രിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് അവർക്ക് വേണ്ടിയിട്ട് പറയും, നിങ്ങൾ എത്ര സമയം എന്നോട് പറയുന്നു അതിനനുസരിച്ച് പ്രോഗ്രാം നീണ്ടുപോകും. അതല്ലെങ്കിൽ എന്റെ പരിപാടി ഷോർട്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ് പരിപാടി. അങ്ങനെ 2 മണിക്കൂർ നേരം വരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടെയൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്? ഇപ്പോ ഞാൻ തിരുവനന്തപുരത്ത് ഇന്ത്യൻ ട്രേഡ് ഫെയർ ഫൗണ്ടേഷന്റെ എക്സിബിഷനിൽ തിരുവനന്തപുരം, കണ്ണൂര്, കോഴിക്കോട്, കോട്ടയം, എറണാകുളം ഒത്തിരി സ്ഥലങ്ങളില് എന്റെ MD മിസ്റ്റർ ഗോപകുമാർ സാറായിരുന്നു. അദ്ദേഹമാണ് ഈ നിലയിലേക്ക് ഇങ്ങനെ ആക്കിയത്. പിന്നെ കേരളത്തിന് പുറത്ത് വേറെ എവിടെയൊക്കെ വേദികൾ പോയത്? ബാംഗ്ലൂർ പോയിട്ടുണ്ട്, കോയമ്പത്തൂർ പോയിട്ടുണ്ട്. പിന്നെ ഇതിന് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാൻ ഈ ലോക്കലായിട്ടുള്ള ന്യൂസുകളിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. പുറത്തേക്കൊന്നും ന്യൂസ് പോയിട്ടില്ല. പിന്നെ ഇതേപോലെയുള്ള മാധ്യമങ്ങൾ കൂടി വരുമ്പോഴേ കണ്ടു കഴിഞ്ഞാലും ആളെ വിളിക്കാനോ ഇതില്ലല്ലോ, സോഴ്സ് ഇല്ലല്ലോ, ആരാണ് എവിടുത്തെ. ഇപ്പോഴും ഇത്രയും പ്രോഗ്രാം വന്നിട്ടും ചിലത് കാണാത്ത ആളുകളുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് എവിടെ നിന്ന് വിളിച്ചാൽ കിട്ടും, ആളുടെ ഈ ബയോഡേറ്റ ഒന്നും കിട്ടാത്തതുകൊണ്ട് ആരും വിളിക്കണില്ല പ്രോഗ്രാമിന്. ഇതിപ്പോ ശ്രീ PP റാഫേലിന്റെ ഒരു വശത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു മറുവശത്താണ് നോക്കുകയാണെങ്കിൽ വളരെ വളരെ സമ്മാനങ്ങൾ നേരിട്ടുള്ള ഒരു ഫാൻസി ഡ്രസ് ആർട്ടിസ്റ്റ് ആണെന്ന് പറയാം. ഇവൻ ഏഷ്യാനെറ്റിന്റെ തന്നെ 2003 ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം താങ്കൾക്ക്. അതെ, അതെങ്ങനെയാണ്? ഇത് വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഇതിന് തന്നെ നമുക്ക് ധാരാളം സമയം ഇതിനു വേണ്ടി ചിലവഴിക്കണം. ഫാൻസി ഡ്രസ് എന്ന് പറയുകയാണെങ്കിൽ മനസ്സും ശരീരവും നമ്മുടെ ബുദ്ധിയൊക്കെ വളരെ ഇതായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇത് എങ്ങനെയാണ് ആരെങ്കിലും സഹായിക്കുന്നത്? ഫാൻസി ഡ്രസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള റൈറ്റ് ആണ്. ഞാൻ 1982 ആദ്യമായിട്ട് ഫാൻസി ഡ്രസ് ചെയ്തത്, 2 വീലർ ഫാൻസി ഡ്രസ്. അപ്പോ എനിക്ക് എന്റെ ഫാദറിലാണ് ഇതിന് ഇൻസ്പിറേഷൻ തന്നത്. അപ്പൊ അങ്ങനെ ഒരു മത്സരത്തിൽ 3000 രൂപ 1ാം സമ്മാനം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നീ ഒരു ചട്ടയും കൊണ്ടെടുത്ത് ഒരു വേഷം കെട്ടിട്ട് സ്കൂട്ടറിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു വെല്ലുമണി വേഷം കെട്ടി അതിന് സ്കൂട്ടറിൽ എൽബോർഡ് വെച്ചിട്ട് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന ഒരു വെല്ലുമണി. അപ്പൊ നമുക്ക് സ്കൂട്ടർ ശരിക്കും ഓടിക്കാൻ അറിയാം. എന്നിരുന്നാലും നമ്മൾ അറിയില്ലാത്ത ഓടിക്കുന്നവരെ വെട്ടിച്ച് വൈബ്രേറ്റ് ചെയ്തിട്ട് ജംഗ്ഷനിൽ ചിലപ്പോൾ നമ്മൾ മറിഞ്ഞു വീണ്. അതിൽ അഭിനയമാണ് നമുക്കിനകത്ത് വേണ്ടത്. ആ അഭിനയത്തിനാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. വേഷത്തിലുപരി അഭിനയത്തിന് മാർക്ക്. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം പ്രൈസ് കിട്ടുകകൂടി പിന്നെ ഒരു ഇൻസ്പിറേഷനായി. അത് എവിടേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആര് ചിരിക്കും, മറ്റുള്ളവർ എങ്ങനെ ചിരിക്കും, ഞാൻ എന്തൊക്കെ അതിന് കാണിക്കണമെന്ന് ഞാനത് മനസ്സിൽ വിചാരിക്കും. ഇപ്പൊ ഈ മിമിക്രിക്കാർ ചെയ്യുന്ന കാര്യം തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിരിക്കോ ഇല്ലയോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് ഞാനും ഇതുപോലെ തന്നെ. ഞാനത് ഇന്ന ഒരു വേഷം, കോമാളി വേഷം പോലെ കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിരിക്കുവോ, അത് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക. വേറെ ആളെ കാണിക്കുന്നത് നമ്മൾ ചിരിക്കുമോ എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ആ വേഷം കൊണ്ട് പോകുന്നത്.